ഹലോ, നമുക്ക് ആ ഗ്രാവിറ്റേഷൻ്റെ മെറ്റീരിയൽ വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, അതിനകത്ത് നിങ്ങളുടെ ആ ബുക്കിൽ കിടക്കുന്ന മെറ്റീരിയലിനെ നിങ്ങൾ നെഗ്ലക്ട് ചെയ്യുക, അത് കുറച്ച് ടൈറ്റാണ്. അപ്പോൾ നമുക്ക് പുതിയ മെറ്റീരിയൽ വർക്ക് ചെയ്യാം. അപ്പോൾ ആദ്യത്തെ ക്വസ്റ്റ്യൻ വായിക്കൂ. The acceleration due to gravity near the surface of a planet of radius r and density d is proportional to എന്നാണ് ആദ്യത്തെ ക്വസ്റ്റ്യൻ അല്ലേ. എന്താണ് acceleration due to gravity near the surface of a planet of radius r and density d. ഇപ്പം പ്ലാനറ്റിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. റേഡിയസ് എത്രയാ? റേഡിയസ് ഓഫ് ദ പ്ലാനറ്റ് എത്രയാണ്? ആറാണ്. ഇനി ഡെൻസിറ്റി എത്രയാ? ഡെൻസിറ്റി എന്ന് പറയുന്നത് ഡി ആണ്. ഇനി ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എങ്ങനെയാണെന്നാണ് ക്വസ്റ്റ്യൻ. ആക്സലേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി ഓഫ് പ്ലാനറ്റ് എങ്ങനെയെന്നാണ് ചോദ്യം. ഓക്കെ, അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുള്ള ഇക്വേഷൻ, ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ അറിയാമോ? ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ 3g/4πrg എന്നൊരു ഇക്വേഷൻ പഠിച്ചിട്ടുണ്ടോ? അപ്പോൾ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു 3g/4πrg. ഇതിനകത്ത് നിന്ന് ജി കണ്ടുപിടിക്കുക. നിങ്ങൾ തന്നെ പറയൂ, ജി ഈസ് ഈക്വൽ ടു എന്ത് വരും? 4πrg ഇൻറ്റു ഡെൻസിറ്റി ഡിവൈഡഡ് ബൈ 3 എന്ന് വരില്ലേ? അപ്പോൾ ഇത് പ്ലാനറ്റിൻ്റെ ആണ്. അപ്പോൾ ജി പ്ലാനറ്റ്, സോ ജി പ്ലാനറ്റ് ഈസ് ഈക്വൽ ടു നിങ്ങൾ തന്നെ പറയൂ 4πrg ഡെൻസിറ്റിയുടെ ലെറ്റർ ഡി എന്നാണ്, ഡിവൈഡഡ് ബൈ 3 എന്നാണ്. ഇതിനകത്ത് കോൺസ്റ്റൻറ്റുകളൊക്കെ ഞാൻ റൗണ്ട് ചെയ്ത് മാറ്റാം. ഇപ്പോൾ 4ഉം 5ഉം കോൺസ്റ്റൻ്റ് ആണ്, ജി കോൺസ്റ്റൻ്റ് ആണ്, ഇത് കോൺസ്റ്റൻ്റ് ആണ്. ബാക്കി എന്താണ്? ജി പ്ലാനറ്റ് പ്രൊപ്പോർഷണൽ ടു എന്ത് വരും? ആർ ഡി എന്ന് വരില്ലേ? അപ്പോൾ അതിനകത്ത് ചോയ്സ് ഏതാണ്? ക്യാറ്റ്. സോ ചോയ്സ് ക്യാറ്റ്. സോ സി ആണ് അതിൻ്റെ ആൻസർ. ഓക്കെ, കുഴപ്പമൊന്നുമില്ലല്ലോ, സിമ്പിളാണ്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, വെയിറ്റ് ഓഫ് അൻ ഓബ്ജക്റ്റ് ഇൻ എ കോൾ മൈൻ. കോൾ മൈൻ എന്ന് പറയുമ്പോഴത്തേക്ക് കുഴിയാണ്. അതിന് അടുത്ത് അറ്റ് സീ ലെവൽ ആൻഡ് ഓൺ ടോപ്പ് ഓഫ് മൗണ്ടൻ ആർ. അപ്പോൾ ഡെപ്തിലെ കാര്യം, ഡെപ്തിലുള്ള വെയിറ്റ് W1. ഇനി സീ ലെവലിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് W2. ഇനി മൗണ്ടൻ്റെ മണ്ടയിലുള്ള വെയിറ്റ് എന്ന് പറയുന്നത് W3 ആണ്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് റിലേറ്റഡ്? നിങ്ങൾക്കറിയാം, വെയിറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? mg അല്ലേടെ. അപ്പോൾ ജി കൂടുതലാണെങ്കിൽ വെയിറ്റ് കൂടുതലായിരിക്കും. ജി എവിടെയാണ് കൂടുതൽ? മേലോട്ട് പോകുന്തോറും ജി കുറയും, ഡെപ്തിലോട്ട് പോകുന്തോറും ജി കുറയും. അപ്പോൾ ജി കൂടുതൽ എവിടെയാണ്? സീ ലെവലിലാണ്. അപ്പോൾ ജി എവിടെയാണ്? സീ ലെവലിലാണ് കൂടുതൽ. അപ്പോൾ വെയിറ്റ് എവിടെയാണ് കൂടുതൽ? സീ ലെവലിലാണ് കൂടുതൽ. അപ്പോൾ W2 എന്ന് പറയുന്നത് ഏതിനേക്കാളും കൂടുതലാണ്? ഇവന്മാർ രണ്ടുപേരെക്കാളും കൂടുതലാണ്. ആരെക്കാളും? W1-നേക്കാളും W2-നേക്കാളും. അപ്പോൾ W2 ഈസ് ഗ്രേറ്റർ ദാൻ W1 ആൻഡ് W2 ഈസ് ഗ്രേറ്റർ ദാൻ W3. അപ്പോൾ W3-യേക്കാളും W1-നേക്കാളും വലുതാണ് ആര്? W2. അതായത് സീ ലെവലിലെ വെയിറ്റ് ആണ് കൂടുതൽ. അപ്പോൾ ഏതാണ് ആൻസർ? ആൻസർ ഈസ് ചോയ്സ് എ. എ ആണ് ആൻസർ. ഓക്കെ, ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എ ബോഡി ഈസ് പ്രൊജക്റ്റഡ് ഫ്രം എർത്ത് സർഫസ് ടു ബിക്കം ഇറ്റ്സ് സാറ്റലൈറ്റ്. ഇപ്പോൾ ഒരു സാറ്റലൈറ്റ് ആക്കാൻ വേണ്ടി ഒരു സാധനത്തിന് എവിടെയാണ്? ഇറ്റ്സ് എ ടൈം പീരിയഡ് ഓഫ് റെവല്യൂഷൻ. അതിൻ്റെ ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ പറയൂ. ടൈം പീരീഡ് കാണാനുള്ള ഇക്വേഷൻ 2π ഇൻറ്റു √r³ ഡിവൈഡഡ് ബൈ gm എന്നാണ്. ഇതിനകത്ത് സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ആർ എന്ന് പറയുന്നത് എന്താണ്? ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്നാണ്. ക്യാപിറ്റൽ ആർ പ്ലസ് എച്ച് എന്നാണ്. ആർ എന്ന് പറയുന്നത് എർത്തിൻ്റെ റേഡിയസ്, എച്ച് എന്ന് പറയുന്നത് എർത്തിൻ്റെ സർഫസിൽ നിന്നുള്ള ഹൈറ്റ്, ജി ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, എം എന്ന് പറഞ്ഞാൽ മാസ് ഓഫ് എർത്ത്. അപ്പോൾ ഈ ഇക്വേഷനകത്ത് ടൈം പീരിയഡ് ഡസ് നോട്ട് ഡിപ്പെൻഡ് ഓൺ. എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല എന്നാണ് ക്വസ്റ്റ്യൻ. ഏതിനെയാണ് ഡിപ്പെൻഡ് ചെയ്യാത്ത? അതിനകത്ത് തന്നിരിക്കുന്ന ചോയ്സിൽ മാസ് അല്ലേ, ഇറ്റ്സ് ഓൺ മാസ് അല്ലേ. അപ്പോൾ ആ സാറ്റലൈറ്റിൻ്റെ മാസിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അപ്പോൾ ആൻസർ ഏതാണ്? ബി ആണ് അതിൻ്റെ ആൻസർ. ബാക്കി മാസ് ഓഫ് എർത്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, പിന്നെ ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്, റേഡിയസ് ഓഫ് ഓർബിറ്റിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇല്ലാത്ത ഏതാണ് സാധനം? ചോയ്സ് ബി ആണ്. ഇനി ഓർബിറ്റ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇഫ് ദ ഓർബിറ്റൽ വെലോസിറ്റി ഓഫ് എ പ്ലാനറ്റ് ഈസ്, ഓർബിറ്റൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു g raised to a m raised to b
r⁻c എന്നാണ് തന്നിരിക്കുന്നത്. എങ്ങനെയാണെങ്കിൽ എയും ബിയും സി എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. ഓർബിറ്റൽ വെലോസിറ്റി ആണോ നിങ്ങൾക്ക് അറിഞ്ഞൂടെ? എന്താണ് √g m/r എന്നാണ് ഇക്വേഷൻ അല്ലേ? അപ്പൊ എന്ത് വരും? അപ്പൊ v = നിങ്ങൾ പറയൂ, ഇതിനെ റൂട്ട് ആക്കുമ്പോഴത്തേക്ക് എന്ത് വരും? gm √gm ഡിവൈഡഡ് ബൈ √r എന്നാണ് അല്ലേ? ഇനി ഇതെന്ത് വരും? g⁻1/2 m⁻1/2 ഈവൻ r⁻1/2 മണ്ടേ വരുമ്പം r⁻⁻1/2. അപ്പൊ ഇതാണ് എ, ഇതാണ് ബി, ഇതാണ് സി. പറഞ്ഞോ ഏതാണ് ആൻസർ? ആൻസർ ഈസ് ബാബു, ബി ആണ് ആൻസർ. കണ്ടില്ലേ? 1/2 1/2 -1/2 അതാണ് എൻ്റെ ആൻസർ. കുഴപ്പമൊന്നുമില്ലല്ലോ. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. എ പ്ലാനറ്റ് ഈസ് റിവോൾവിംഗ് റൗണ്ട് ദ സൺ. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്നു ഇൻ ആൻ എലിപ്റ്റിക്കൽ ഓർബിറ്റ്. ഒരു പ്ലാനറ്റ് സണ്ണിന് ചുറ്റും എലിപ്റ്റിക്കൽ ഓർബിറ്റിൽ റിവോൾവ് ചെയ്യുന്നു. വി ഈസ് എ വെലോസിറ്റി ഓഫ് പ്ലാനറ്റ്. പ്ലാനറ്റിൻ്റെ വെലോസിറ്റി എത്രയാണ്? വി ആണ്. അങ്ങനെയാണെങ്കിൽ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് ഫ്രം സൺ ആർ ആണ്. ഏരിയൽ വെലോസിറ്റി എങ്ങനെ ഇരിക്കുമെന്ന്. ഏരിയൽ വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഏരിയയെ ടൈം വെച്ച് ഡിഫറൻസിയേഷൻ നടത്തുന്ന ആൻസർ, അതായത് dA/dt. So on differentiating area with respect to time you will get aerial velocity. Aerial velocity നമ്മൾ ആ കെപ്ലേഴ്സ് എല്ലാം പ്രൂവ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ പ്രൂവ് ചെയ്താണ് ഏരിയൽ വെലോസിറ്റി ഈസ് ഈക്വൽ ടു, നിങ്ങൾ പഠിച്ചത് ഇങ്ങനെയാണ്, L/2m എന്നാണ് നിങ്ങൾ പ്രൂവ് ചെയ്തത് അല്ലേ? ഇതിനകത്ത് L എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് പറയുന്നത് ആംഗുലാർ മൊമെന്റം ആണ്. എന്താണ്? ആംഗുലാർ മൊമെന്റം അല്ലേ? ഇനി L എന്ന് പറഞ്ഞാൽ എന്താണ്? L എന്ന് പറഞ്ഞാൽ r×p ആണ് അല്ലേ? L എന്ന് പറഞ്ഞാൽ r അതുപോലെ എഴുതി, ക്രോസ് p എന്ന് പറഞ്ഞാൽ mv ആണ്. അപ്പൊ നമുക്കിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ dA/dt ഈസ് ഈക്വൽ ടു എന്ത് വരും? Lന് പകരം r×mv ഡിവൈഡഡ് ബൈ 2m. m ക്യാൻസൽ ആയിട്ട് ആൻസർ എന്ത് വരും? പറയൂ. r×v ഡിവൈഡഡ് ബൈ 2 എന്നായോ? ഏരിയൽ വെലോസിറ്റിയുടെ ആൻസർ r×v ഡിവൈഡഡ് ബൈ 2. ഏതാണ് ചോയ്സ്? ചോയ്സ് സി ആണ് അതിൻ്റെ ആൻസർ. കണ്ടോ? ഇനി ആറാമത്തെ ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കൂ. എന്താണ് തന്നിരിക്കുന്നത്? വായിച്ചോ? 6th ക്വസ്റ്റ്യൻ എന്താണ്? കമ്പ്യൂട്ട് ദ അഡീഷണൽ വെലോസിറ്റി റിക്വയർഡ് ബൈ എ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് അറൗണ്ട് എർത്ത് വിത്ത് റേഡിയസ് 2r ടു ബിക്കം ഫ്രീ ഫ്രം എർത്ത്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. എന്താണ്? കമ്പ്യൂട്ട് ദ അഡീഷണൽ വെലോസിറ്റി റിക്വയർഡ് ബൈ എ സാറ്റലൈറ്റ് ഓർബിറ്റിംഗ് അറൗണ്ട് ദ എർത്ത് വിത്ത് റേഡിയസ് 2r ടു ബിക്കം ഫ്രീ ഫ്രം എർത്ത്സ് ഗ്രാവിറ്റേഷണൽ ഫീൽഡ്. ഒരു സാറ്റലൈറ്റ് എന്താണ്? എർത്തിന് ചുറ്റും കറങ്ങുന്നു. അതിൻ്റെ ഓർബിറ്റിൻ്റെ റേഡിയസ് എത്രയാ? 2r ആണ്. 2 ടൈംസ് റേഡിയസ് ഓഫ് എർത്ത് എന്നാണ്. അങ്ങനെയാണെങ്കിൽ what is the additional velocity required to become free from Earth's gravitational field? ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ആ പ്ലാനറ്റിന് അവിടെ നിന്ന് ഫ്രീ ആവണം. അപ്പോൾ അതിന് എത്ര എനർജി അഡീഷണൽ ആയിട്ട് കൊടുക്കണം? ഇപ്പം ഒരു എനർജി എത്രയെന്നല്ല, വെലോസിറ്റി എത്ര അഡീഷണൽ കൊടുക്കണം? ഇപ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാ? VO ആണ്. അപ്പോൾ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യാൻ വേണ്ടിയുള്ള വെലോസിറ്റി എത്രയാ? VE ആണ്. അപ്പോൾ എന്താണ്? അപ്പോൾ VE -VO കൊടുത്താൽ അതല്ലേ അഡീഷണൽ എനർജി റിക്വയർഡ്? അപ്പോൾ എന്താണ്? വാട്ട് ഈസ് അഡീഷണൽ വെലോസിറ്റി റിക്വയർഡ്? അപ്പോൾ അഡീഷണൽ വെലോസിറ്റി കാണാൻ, അപ്പോൾ അഡീഷണൽ വെലോസിറ്റി റിക്വയർഡ് കാണാൻ എന്ത് ചെയ്യണം? ഇപ്പം കറങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി VO ആണ്, ഓർബിറ്റൽ വെലോസിറ്റി. എസ്കേപ്പ് ആവാൻ വേണ്ട വെലോസിറ്റി എന്താണ്? VE ആണ്. അപ്പോൾ VE -VO കൊടുത്താൽ അതാണ് എന്തിൻ്റെ ആൻസർ? അഡീഷണൽ വെലോസിറ്റിയുടെ ആൻസർ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി നമുക്കവിടെ വാല്യൂ ഇട്ട് കൊടുക്കാം. എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ആറാമത്തെ അല്ലേ? അതിനകത്ത് വാല്യൂ ഇട്ടിരിക്കുന്നതാണ് അവിടെ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ എന്നെ പറയൂ, ഇതിൻ്റെ റേഡിയസ് തന്നിട്ടുണ്ട്. എന്താണ്? 2r ആണെന്ന് പറയുന്നുണ്ട്. അത് ശ്രദ്ധിച്ച് ചെയ്യണം. എസ്കേപ്പ് വെലോസിറ്റി ആണല്ലോ ഇക്വേഷൻ പറ. √2gr എന്നാണ്. മൈനസ് ഓർബിറ്റൽ വെലോസിറ്റി എന്ന് പറയുന്നത് gr എന്നാണ് തന്നെ. ഇനി ഇതിനകത്ത് r മാറ്റുക. r എന്ന് പറയുന്നത് ഇവിടെ രണ്ട് കേസിലും 2r ആണ്. അപ്പോൾ √2g × 2r മൈനസ് √g × 2r. അപ്പോൾ എന്തായി? പറയൂ. 2 ടൈംസ് 2gr മൈനസ് √2gr.
അപ്പോൾ രണ്ടിലും ഇനി അവിടെ ചെയ്തു വെച്ചിരിക്കുന്ന സ്റ്റെപ്പിൽ രണ്ടിൽ നിന്നും കോമൺ ആയിട്ടുള്ളതൊക്കെ എടുത്ത് പുറത്ത് വെച്ചു അല്ലേ? കോമൺ ആയിട്ടുള്ളത് പുറത്ത് വെച്ചു. ബാക്കി പറ. സി രണ്ടിലും കോമൺ ആയിട്ടുള്ളത് √2GR ആണ്. ബാക്കി എന്ത് വരും? ഇതിനകത്ത് നിന്ന് ഇനി √2 - 1 എന്നാണ്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി എന്തെങ്കിലും ചെയ്യാനുണ്ടോ? ഇനി നമ്മുടെ ജി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? GM/R² അല്ലേ? അതിനകത്ത് നിന്ന് GM = GR² എന്നല്ലേ? ഇതിൽ നിന്ന് ഒരു ആറിനെ എടുത്ത് ഇതിൻ്റെ അടിയിൽ വയ്ക്കുക. അപ്പോൾ എന്തായി? GM/R = എന്തായി? GR ആയി. അപ്പോൾ ഇവിടെ അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഈ വാല്യൂ √2 × ജിക്ക് പകരം GR-ന് പകരം GM/R ഇനി ഇൻറ്റു √2 - 1. ഇങ്ങനൊരു ചോയ്സ് അവിടെ ഉണ്ടോ നോക്കൂ. √2 GM/R √2 - 1 ഏതാണ് ആൻസർ? 6ന്റെ ആൻസർ ചോയ്സ് എ ആണ് അതിൻ്റെ ആൻസർ. കുഴപ്പമില്ലല്ലോ. അപ്പോൾ എ ആണ് അതിൻ്റെ ആൻസർ. ഇനി അടുത്ത് 7th ക്വസ്റ്റ്യൻ വായിച്ചു നോക്കൂ. 7th ക്വസ്റ്റ്യനൊക്കെ നല്ല ക്വസ്റ്റ്യൻസ് ആണ്. വായിച്ചു നോക്കൂ. വായിച്ചോ? എന്താണ്? എർത്ത് ഓർബിറ്റിംഗ് സാറ്റലൈറ്റ് വിൽ എസ്കേപ്പ് ഇഫ്. എർത്തിനെ ഓർബിറ്റ് ചെയ്യുന്ന സാറ്റലൈറ്റ് അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യും ഇഫ് എന്ത് ചെയ്താൽ? നിങ്ങൾക്ക് അറിയാന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. എന്താണ്? എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ പറയൂ. എസ്കേപ്പ് വെലോസിറ്റി കാണാനുള്ള ഇക്വേഷൻ √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി എന്നല്ലേ? അല്ലേ? ഇനി √2ന്റെ വാല്യൂ എത്രയാ? 1.414 അല്ലേ? ഇനി VO തന്നെ. ഇനി അല്ലെങ്കിൽ 1.41 വരെ എഴുതിയാൽ മതി. അപ്പോൾ 1.41 VO എന്നായി. ഇനി ഇപ്പോൾ സാധനം ഓർബിറ്റിൽ കറങ്ങുകയാണ്. ഓർബിറ്റിൽ കറങ്ങുമ്പോൾ ഉള്ള വെലോസിറ്റി എത്രയാ? VO ആണ്. ശരിയല്ലേ? അപ്പോൾ വാട്ട് ഈസ് അഡീഷണൽ എനർജി റിക്വയർഡ്? എത്ര അഡീഷണൽ എനർജി കൊടുക്കണം? വാട്ട് ഈസ് അഡീഷണൽ വെലോസിറ്റി റിക്വയർഡ്? ഇപ്പോൾ പറഞ്ഞ പോലെ V - VO കൊടുക്കണം. ഇപ്പോൾ വിയുടെ വാല്യൂ എത്രയാ? 1.41 VO - VO. അപ്പോൾ എത്ര വരും? 0.41 VO കൊടുക്കണം. ശരിയല്ലേ? അപ്പോൾ ഈ 0.41 VO കൊടുത്താൽ എന്ത് ചെയ്യും? 0.41 VO അഡീഷണൽ ആയിട്ട് കൊടുത്താൽ ആ സാധനം എന്തായിട്ട് മാറും? ഓർബിറ്റിൽ നിന്ന് എസ്കേപ്പ് ചെയ്തു പോകും. ഇനി നിങ്ങൾ പറ, 0.41 അഡീഷണൽ ആയിട്ട് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര % കൊടുക്കുന്നു എന്നാണ്? 0.41 നിങ്ങൾ തന്നെ പറയൂ. പണ്ടുണ്ടായിരുന്നത് VO ആണ്. ഇപ്പം അഡീഷണൽ ആയിട്ട് കൊടുത്തത് ഇതാണ് അല്ലേ? അപ്പോൾ അഡീഷണൽ ആയിട്ട് ഇത്രയും കൊടുക്കേണ്ടി വന്നു. നിങ്ങൾ പറയൂ, എങ്ങനെ കണ്ടുപിടിക്കും ഇൻക്രീസ് % ഓഫ് വെലോസിറ്റി? എങ്ങനെ കണ്ടുപിടിക്കും? ഇൻക്രീസ് ഇൻ വെലോസിറ്റി 0.41 V0 ഡിവൈഡഡ് ബൈ ഒറിജിനൽ വെലോസിറ്റി ഇതല്ലേ ഇൻറ്റു 100% എന്നാണ്. അപ്പോൾ എത്ര വരും? VO കട്ടായി 41%. അപ്പോൾ വെലോസിറ്റി എത്ര ടൈംസ് കൂട്ടണം? 41% കൂട്ടണം. അപ്പോൾ ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനെ അവിടെ നിന്ന് എസ്കേപ്പ് ചെയ്യിപ്പിക്കണമെങ്കിൽ വെലോസിറ്റി എത്ര % കൂട്ടണം? 41% കൂട്ടണം. വേറെ രീതിയിൽ പറഞ്ഞാൽ വെലോസിറ്റി √2 ടൈംസ് ആക്കണം അല്ലേ? അല്ലെങ്കിൽ കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² എന്നല്ലേ? ½ mv². അപ്പോൾ v² എടുക്കുമ്പോഴത്തേക്ക് അപ്പോൾ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു വെലോസിറ്റി സ്ക്വയർ അല്ലേ? അപ്പോൾ കൈനറ്റിക് എനർജി പ്രൊപ്പോർഷണൽ ടു പറയൂ. v എവിടെ എത്രയാ? √2 അല്ലേ? അപ്പോൾ √2v എന്നെടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ സ്ക്വയർ. അപ്പോൾ എത്ര വരും? കൈനറ്റിക് എനർജി 2 ടൈംസ് ആയില്ലേ? 2v² എന്നായില്ലേ? പണ്ടത്തെ കൈനറ്റിക് എനർജി ഇതായിരുന്നു. ഇതാണ് പുതിയ കൈനറ്റിക് എനർജി. കൈനറ്റിക് എനർജി ഡബിൾ ആവണ്ടേ? അപ്പോൾ എന്തൊക്കെയാണ്? ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സാധനത്തിനെ അവിടെ നിന്ന് വെളിയിൽ ചാടിക്കണമെങ്കിൽ അതിൻ്റെ കൈനറ്റിക് എനർജി ഡബിൾ ചെയ്യണം. അല്ലെങ്കിൽ വേറെ രീതിയിൽ പറഞ്ഞാൽ എന്ത് ചെയ്യണം? ഈ വെലോസിറ്റിയിൽ എത്ര % ഇൻക്രീസ് ഉണ്ടാക്കി കൊടുക്കണം? 41% ഇൻക്രീസ് ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ രണ്ട് ആൻസറുകൾ എനിക്ക് കിട്ടി. ഇപ്പം നോക്കൂ, ആദ്യത്തെ ചോയ്സ് കറക്റ്റാണ്. ഇനി രണ്ടാമത്തെ ചോയ്സും കറക്റ്റാണ്. അപ്പോൾ ആൻസർ ഏതാണ്? ക്യാറ്റാണ് അതിൻ്റെ ആൻസർ. മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഒന്നും കൂടെ, നമ്മുടെ ഇവിടെ ഒരു സാറ്റലൈറ്റ് ഉണ്ട്. അത് എർത്തിന് ചുറ്റും കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ? അപ്പോൾ അതിനെ അവിടെ നിന്ന് വെളിയിൽ ചാടിക്കണമെന്നാണ് നിങ്ങളുടെ ഉദ്ദേശം. അപ്പോൾ പറയൂ. അപ്പോൾ എസ്കേപ്പ് വെലോസിറ്റിയുടെ ആൻസർ √2 ടൈംസ് ഓർബിറ്റൽ വെലോസിറ്റി ആണെന്ന് അറിയാം.
√2ന്റെ വാല്യൂ 1.4 ആണെന്നറിയാം, അതൊക്കെ എഴുതി. ഇനി ഇപ്പം അത് കറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എർത്തിന് ചുറ്റും. അപ്പോൾ ഇപ്പം അതിൻ്റെ വെലോസിറ്റി എത്രയാ? VO ആണ്. അപ്പോൾ നമുക്ക് വെലോസിറ്റി എത്ര കൂട്ടണം എന്നങ്ങനെ അറിയും? നമ്മൾ നേരത്തെ ഉള്ള പ്രോബ്ലം പോലെ പുതിയ വെലോസിറ്റി എസ്കേപ്പ് വെലോസിറ്റി മൈനസ് ഓർബിറ്റൽ വെലോസിറ്റി അഡീഷണൽ ആയിട്ട് കൊടുക്കണം. അപ്പോൾ പറയൂ, അപ്പോൾ ഇതേ മൈനസ് ഇത്, അപ്പോൾ ഇത്രയും ആണ് ചേഞ്ച് ഓഫ് വെലോസിറ്റി ഇത്രയും ആക്കി കൊടുത്താൽ അത് എസ്കേപ്പ് ആവും. ഇനി അപ്പോൾ വെലോസിറ്റിയുടെ ഇൻക്രീസ് പെർസെൻറ്റ് എങ്ങനെ കാണും? ഇൻക്രീസ് ബൈ ഒറിജിനൽ ഇൻറ്റു 100%. അപ്പോൾ ഇപ്പോൾ ഇൻക്രീസ് ഇതാണ് ബൈ ഒറിജിനൽ ഇൻറ്റു 100%. അപ്പോൾ 41%. അപ്പോൾ വെലോസിറ്റി ഇപ്പം കറങ്ങുന്ന ഓർബിറ്റ് കറങ്ങുന്ന ആ സാധനത്തിൻ്റെ വെലോസിറ്റി 41% കൂട്ടി കൊടുത്താൽ ആ സാധനം എസ്കേപ്പ് ചെയ്യും. അല്ലെങ്കിൽ വെലോസിറ്റി √2 ടൈംസ് കൂട്ടുന്നു, അപ്പോൾ കൈനറ്റിക് എനർജിയോ അതിനകത്ത് v² വരൂലേ, അപ്പോൾ ഇതിൻ്റെ സ്ക്വയർ, അപ്പോൾ എടുക്കുമ്പോൾ 2 ടൈംസ് എന്നാവൂലേ. അപ്പോൾ വെലോസിറ്റി കൈനറ്റിക് എനർജി ഡബിൾ ആക്കണം. അപ്പോൾ വെലോസിറ്റി എന്ത് ചെയ്യണം? 41% ഇൻക്രീസ് ചെയ്യണം, അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ഡബിൾ ചെയ്യണം. എന്നാൽ അത് ഇപ്പോൾ കറങ്ങിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് നിന്ന് എന്ത് ചെയ്യും? എസ്കേപ്പ് ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇത് നല്ലൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, സിമ്പിളായിട്ടൊക്കെ തോന്നും നമുക്ക്. അടുത്ത 8th ക്വസ്റ്റ്യൻ. കറക്കിയൊന്നും കുത്തരുത്, ഇതൊക്കെ സിമ്പിൾ കേസുകളാണ്, ജസ്റ്റ് ഒന്ന് ആലോചിച്ചാൽ മതി. അടുത്ത ക്വസ്റ്റ്യൻ വായിച്ചോ. എന്താണ് ക്വസ്റ്റ്യൻ? എ ബോഡി അറ്റൈൻസ് ഹൈറ്റ് ഈക്വൽ ടു റേഡിയസ് ഓഫ് എർത്ത്. ഒരു ബോഡി ഇപ്പം ഒരു ഹൈറ്റിൽ ഇരിക്കുകയാണ്, ആ ഹൈറ്റ് എന്ന് പറയുന്നത് റേഡിയസ് ഓഫ് എർത്തിന് ഈക്വൽ ആണ്. ഇനി വെലോസിറ്റി ഓഫ് ദ ബോഡി വിത്ത് വിച്ച് ഇറ്റ് വാസ് പ്രൊജക്റ്റഡ്, എത്ര വെലോസിറ്റിയിലാണ് അതെടുത്ത് എറിഞ്ഞത് എന്നാണ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ ഒരു ബോഡി എത്ര ഹൈറ്റിൽ ഇരിക്കുകയാണ്? R ഹൈറ്റിൽ ഇരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ എത്ര വെലോസിറ്റിയിൽ എറിഞ്ഞു എന്നാണ് കണ്ടുപിടിക്കേണ്ടത്. സിമ്പിളാണ്. നമ്മൾ മേലോട്ട് എറിയുമ്പോഴത്തേക്ക് ആ സാധനത്തിന് കൈനറ്റിക് എനർജിയാണ്. കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ ½ mv² അല്ലേ. ഇനി മേലോട്ട് എറിയാൻ വേണ്ടി നമ്മൾ ഇപ്പം മറിഞ്ഞു വീണ് ചത്തേനെ, നോക്കൂ കാല് സ്ലിപ്പായി, നോക്കൂ. അപ്പോൾ നോക്കൂ, ഇപ്പോൾ മേലോട്ട് എറിയുമ്പോൾ അതിന് കൈനറ്റിക് എനർജി കിട്ടും. ഇനി മേലോട്ടെറിയാൻ വേണ്ടി മേലോട്ടെറിയുന്ന സമയത്ത് നമ്മൾ എത്ര വർക്ക് ചെയ്യുമെന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? Gmm/r വർക്ക് ചെയ്യുമെന്നല്ലേ പഠിച്ചിട്ടുള്ളത്? Gmm/r എന്ന് പറയുന്ന വർക്ക് ചെയ്യും അല്ലേ. അപ്പോൾ ഈ നിങ്ങൾ ചെയ്യുന്ന വർക്കാണ് കൈനറ്റിക് എനർജി. ഇനി ബാക്കി പറയൂ, m കട്ടാക്കിയിട്ട് ബാക്കി പറയണം. m/2 v ഈക്വൽ ടു പറയൂ, v²/2 ഈസ് ഈക്വൽ ടു Gm/r എന്നായില്ലേ. ഇതിനകത്തുനിന്ന് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് എന്താണ്? കണ്ടുപിടിക്കാനുള്ളത് v ആണ് കണ്ടുപിടിക്കാനുള്ളത്. നിങ്ങൾ തന്നെ പറയൂ, v എന്താന്ന് പറയൂ. ഇതിനകത്ത് ക്രോസ് ചെയ്തിട്ട് v എന്താന്ന് ഒറ്റയടിക്ക് പറ. v² ഈസ് ഈക്വൽ ടു എന്ത് വരും? 2Gm/r എന്ന് വരും. അപ്പോൾ v എന്ന് പറയുന്നത് ഇതിൻ്റെ റൂട്ട് വരും അല്ലേ. അപ്പോൾ v ഈക്വൽ ടു √2Gm. അതുപോലെ എഴുതി. സ്മോൾ r എന്ന് പറയുന്നത് എന്താണ്? r+h ആണെന്ന് നിങ്ങൾക്ക് അറിയാം. അപ്പോൾ √2Gm അതുപോലെ എഴുതി. r തന്നെ, h എന്ന് പറയുന്നത് r ആണ്. അപ്പോൾ ആൻസർ എന്തായി? v ഈക്വൽ ടു √2Gm ഡിവൈഡഡ് ബൈ 2r എന്നായി. അപ്പോൾ ഏതൊക്കെ വെട്ടി? 2 വെട്ടി, ബാക്കി √Gm/r എന്ന് വരും. അപ്പോൾ ആൻസർ എന്താണ്? √Gm/r. അങ്ങനെ ഒരു ചോയ്സ് ഉണ്ടോ? 8th ക്വസ്റ്റ്യന് ഉണ്ട്, ചോയ്സ് A. അപ്പം മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ ഒന്നും കൂടെ പറയാം. നോക്കൂ, നിങ്ങളൊരു ബോഡി എടുത്ത് എറിയല്ലേ, അപ്പോൾ അതിന് കൈനറ്റിക് എനർജി ഉണ്ട്. ഇനി നിങ്ങൾ സാധനത്തിനെടുത്ത് എറിയാൻ നേരത്ത് ഇത്രയും പൊക്കയല്ലേ, അപ്പോൾ നിങ്ങൾ എത്ര വർക്ക് ചെയ്യണം? Gmm/r. ഇനി ഇതിനകത്ത് m കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് അതിൽ നിന്ന് v കണ്ടുപിടിച്ചു നമ്മൾ. അതിനകത്തൊന്നും ആരുടെയും ഹെൽപ്പ് വേണ്ട. ഇതിനകത്ത് ഈ സ്മോൾ ആറിന് പകരം നമ്മൾ എന്തിട്ടു? R+h എന്നിട്ടു. ഇവിടുത്തെ hന്റെ വാല്യൂ r എന്ന് വിട്ടു. അപ്പോൾ എന്നിട്ട് വെട്ടി ക്ലിയർ ചെയ്യുമ്പോഴത്തേക്ക് യു വിൽ ഗെറ്റ് യുവർ റിസൾട്ട്. കുഴപ്പമൊന്നുമില്ലല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. വായിച്ചോ? 2 particles എന്ന് തുടങ്ങുന്ന ക്വസ്റ്റ്യൻ പെട്ടെന്ന് വായിക്കേ. എന്താണ്? 2 particles of equal mass m go round circle of radius r under the action of their mutual gravitational attraction. 2 ഈക്വൽ മാസുകളുണ്ട്. ദാ ഇതൊരു മാസ്, ഇത് വേറൊരു മാസ്. അപ്പോൾ 2 m ആണ് കേട്ടോ. ഇവർ തമ്മിൽ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് ഉണ്ട്. അപ്പോൾ ഇവനെ അവൻ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും, ഇങ്ങനെ ഇവനെ അവൻ അങ്ങോട്ട് അട്രാക്ട് ചെയ്യും. ഓക്കെ, ഈ അട്രാക്ഷൻ കാരണം ഇവന്മാർ രണ്ടുപേരും കൂടെ ഒരു സർക്കിളിൽ ഇങ്ങനെ കറങ്ങുകയാണ്. അപ്പോൾ ഈ സർക്കിളിൽ ഇങ്ങനെ കറങ്ങി വരെയാണ്.
കുഴപ്പമൊന്നുമില്ലോ. സർക്കിളിൻ്റെ സെൻറ്റർ ആണിത്, കുഴപ്പമൊന്നുമില്ലോ. ഇനി ഈ സർക്കിളിൻ്റെ റേഡിയസ് എത്രയാ? 6 അവിടെ ഇരുന്നോട്ടെ. ഇനി സ്പീഡ് ഓഫ് ഈച്ച് പാർട്ടിക്കിൾ, ഈ ഓരോ പാർട്ടിക്കിളിൻ്റെയും സ്പീഡ് എത്ര എന്നാണ് ക്വസ്റ്റ്യൻ. സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ? നിങ്ങൾ തന്നെ പറയൂ. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് അല്ലേ സെൻട്രിപെറ്റൽ ഫോഴ്സ് കൊടുക്കുന്നത്? ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എന്തായിട്ട് മാറും? സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറും. ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് പറ, Gm1m2/r². അത് സെൻട്രിപെറ്റൽ ഫോഴ്സ് ആയിട്ട് മാറും. Gm1 എന്താണ്? m, m2 എന്താണ്? m ബൈ ഇവന്മാർ തമ്മിലുള്ള ദൂരം 2r, അതിൻ്റെ സ്ക്വയർ ഈക്വൽ ടു ഇവിടുത്തെ സെൻട്രിപെറ്റൽ ഫോഴ്സ് പറയും mv²/r അല്ലേ? ഇനി അപ്പോൾ വെട്ടാനുള്ളതൊക്കെ വെട്ടിക്കളയണം. m വെട്ടി, പിന്നെ ഓരോ ആറും വെട്ടി, ബാക്കി പറയൂ Gm ഡിവൈഡഡ് ബൈ 4r എന്ന് വരില്ലേ? ഈസ് ഈക്വൽ ടു v²/r ഒന്നുമില്ല, v². ഇനി എന്താ വേണ്ടത്? വിയുടെ ആൻസർ അല്ലേ ക്വസ്റ്റ്യൻ? v ഈക്വൽ ടു റൂട്ട് ഓഫ് എന്താ? Gm/4r. ഇനി ഇതിനകത്ത് 4 വെളിയിലെടുത്താൽ ഇപ്പോൾ 1/4 1/2 എന്ന് വരില്ലേ? സോ 1/2 ഇൻറ്റു റൂട്ട് ഓഫ് Gm/r എന്ന് വരും. ഇങ്ങനെ ഒരു ചോയ്സ് അതിനകത്ത് ഉണ്ടോ എന്ന് നോക്കൂ. 9th ചോയ്സ് ഉണ്ടോ? ഉണ്ട്. ഏതാണ് ചോയ്സ്? സി. സി എന്ന് പറയുന്ന ചോയ്സ് അതല്ലേ? സിമ്പിൾ അല്ലേ അത്? 10th ക്വസ്റ്റ്യൻ വായിക്കും. ക്വസ്റ്റ്യൻ 10 പെട്ടെന്നാവട്ടെ. എന്താണ് എഴുതിയിരിക്കുന്നത്? വാട്ട് ഈസ് എ എനർജി റിക്വയർഡ് ടു ലോഞ്ച് എ m കിലോഗ്രാം സാറ്റലൈറ്റ് ഫ്രം എർത്ത് സർഫസ് ടു എ സർക്കുലർ ഓർബിറ്റ് അറ്റ് ആൾട്ടിറ്റ്യൂഡ് 2r? എച്ചിൻ്റെ വാല്യൂ 2r. എർത്തിൻ്റെ സർഫസ് ഇരിക്കുന്ന സാധനത്തിനെ h ഈക്വൽ ടു 2r ഹൈറ്റിലേക്ക് കൊണ്ടുപോയി എന്താക്കണം? സാറ്റലൈറ്റ് ആക്കി മാറ്റണം. അതിനുവേണ്ടി വാട്ട് ഈസ് എനർജി റിക്വയർഡ് എന്നാണ് ക്വസ്റ്റ്യൻ. എങ്ങനെ എഴുതിയിരിക്കുന്നത് നോക്കൂ. നമ്മൾ എനർജി എങ്ങനെ കണ്ടുപിടിക്കും? എനർജി കണ്ടുപിടിക്കാൻ നമ്മൾ സാറ്റലൈറ്റ് കറങ്ങുകയാണ്. സാറ്റലൈറ്റായിട്ട് കറങ്ങാൻ വേണ്ടിയുള്ള എനർജി എന്താണ്? ടോട്ടൽ എനർജി എന്താണ്? ഒരു സാറ്റലൈറ്റിൻ്റെ ടോട്ടൽ എനർജി ആണല്ലോ ഇക്വേഷൻ എന്താണ്? -Gmm/2r എന്നല്ലേ പഠിപ്പിച്ചേ അല്ലേ? ഇതിനകത്ത് വാല്യൂ ഇട്ട് കൊടു. -Gmm/2 ഇൻറ്റു r എന്ന് പറഞ്ഞാൽ r + h ആണ്. ഇനി ടോട്ടൽ എനർജി എന്ന് പറയുന്നത് അപ്പോൾ എന്ത് വരും? -Gmm ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു r പ്ലസ് ഇവിടുത്തെ h എന്ന് പറയുന്നത് 2r ആണ്. അപ്പോൾ എത്രയായി? -Gmm/ ഇത് 3r 6r എന്ന് വന്നില്ലേ? ഇതാണ് കറങ്ങുന്നതിന് വേണ്ടിയുള്ള ടോട്ടൽ എനർജി. ഇനി എർത്തിൻ്റെ സർഫസിൽ നിന്നല്ലേ അങ്ങോട്ട് കൊണ്ടുപോകുന്നേ? അപ്പോൾ എർത്തിൻ്റെ സർഫസിൽ വെച്ചുള്ള എനർജി എന്ന് പറയുന്നത് എന്താണ്? വാട്ട് ഈസ് എനർജി ഓൺ സർഫസ്? എനർജി ഓൺ സർഫസ്, സർഫസിലെ എനർജി എന്ന് പറയുന്നത് -Gmm/r അല്ലേ ഇക്വേഷൻ? -Gmm/r. അതിനകത്ത് -Gmm/r എന്ന് പറയുന്നത് അവിടെ എന്താണ്? ക്യാപിറ്റൽ R ആണ്. എർത്തിൻ്റെ സർഫസിലല്ലേ? ഇനി ഈ രണ്ടെണ്ണവും തമ്മിലുള്ള ഡിഫറൻസ് എടുത്താൽ പോരെ? എന്താണ് ഡിഫറൻസ് പറയൂ. ഇത് തമ്മിലുള്ള ഡിഫറൻസ് പറ. ആദ്യത്തത് -Gmm/6r മൈനസ് സർഫസിലുള്ള എനർജി -Gmm/r. ഇനി ഇതിനകത്ത് ഇത് പ്ലസ് ആവും. അപ്പോൾ എന്തായി? -Gmm/6r പ്ലസ് Gmm/r എന്നായി. രണ്ടിലും കോമൺ ആയിട്ടുള്ളത് ഞാൻ എഴുതാം, Gmm/r. ബാക്കി പറ. ഇതിനകത്ത് -1/6, ഇവിടെ ഇതിനകത്ത് എല്ലാം എടുത്തു, +1 എന്നാണ്. ഈ 1നെ 6/6 എന്ന് എഴുതട്ടെ. അപ്പോൾ ആൻസർ എന്തായി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്യുമ്പോഴത്തേക്ക് 5/6 എന്ന് വരും. അപ്പോൾ 5/6 Gmm/r. ഇതാണ് എന്തോന്ന് എനർജി റിക്വയർഡ്. സർഫസിലിരിക്കുന്ന സാധനത്തിനെ എന്താക്കി മാറ്റാൻ മുട്ടിയിരിക്കുന്നെങ്കിൽ, സാറ്റലൈറ്റ് ആക്കാൻ മുട്ടിയിരിക്കുന്നെങ്കിൽ നിങ്ങൾ ഇത്രയും എനർജി കൊടുക്കണം. ഇപ്പോൾ വാട്ട് ഈസ് യുവർ ആൻസർ? 5/6 Gmm/r എന്നാണ്. ഇനി ഞാൻ പഠിപ്പിച്ച കാര്യം G എന്ന് പറഞ്ഞാൽ എന്താണ്? Gm/r² എന്നാണ് അല്ലേ? ഇതിനകത്ത് നിന്ന് നമുക്ക് ഏത് കണ്ടുപിടിക്കാം? Gm എന്ന് പറഞ്ഞാൽ എന്താണ്? gr² ആണ്. ഇത് അങ്ങോട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തേ. ആൻസർ എന്താവും? ഞാൻ ഇങ്ങോട്ട് എഴുതട്ടെ. ആൻസർ ഇങ്ങോട്ട് എഴുതാം. പറയൂ.
5/6 ജി എമ്മിന് പകരം എന്തെന്ന് എഴുതാം പറയൂ. അല്ലേ പോട്ടെ, ഇതിനകത്ത് നിന്ന് ഒറ്റയടിക്ക് അങ്ങ് എഴുതാമല്ലോ. ഈ ഒരു ആറിനെ ഇങ്ങനെ എഴുതിയാൽ പോരെ. ജി ആർ ഈസ് ഈക്വൽ ടു ജി എം ബൈ ആർ എന്ന് എഴുതിക്കൂടെ. അപ്പൊ അവിടെ ജി എം ബൈ ആറിന് പകരം ജി ആർ എന്ന് എഴുതാം. ഇനി എം അവിടെ ഉണ്ട്. അപ്പൊ എന്താണ് ആൻസർ? 5 mgr/6 ഉണ്ടോ? 5 mgr/6. സോ ചോയ്സ് ഈസ് സി. സി എന്ന് പറയുന്ന ചോയ്സ് ആണ്. ഞാൻ ഒന്നുകൂടെ പറയാം. ഒരു സാധനത്തിനെ, എർത്തിന്റെ സർഫസിൽ ഇരിക്കുന്ന ഒരു സാധനത്തിനെ ഒരു സാറ്റലൈറ്റ് ആക്കണം. എത്ര ഹൈറ്റിൽ കറങ്ങണം? 2r ഹൈറ്റിൽ കറങ്ങണം. അതിനുവേണ്ടി നിങ്ങൾ അഡീഷണൽ എത്ര എനർജി സ്പെൻഡ് ചെയ്യേണ്ടി വരും? അപ്പോൾ എർത്തിന്റെ സർഫസിൽ ഇരിക്കുമ്പോഴത്തേക്കുള്ള എനർജി എന്താണ്? -gmm/r. ഇനി ഇതിനകത്ത് സ്മാൾ ആറിന്റെ വാല്യൂ എന്താണ്? ക്യാപിറ്റൽ ആർ. ഇനി ഓർബിറ്റ് കറങ്ങുമ്പോൾ വേണ്ട ടോട്ടൽ എനർജി എന്ന് പറയുന്നത് ഇതാണ്. ഇതിനകത്ത് സ്മാൾ ആറിന് പകരം ക്യാപിറ്റൽ ആർ പ്ലസ് എച്ചിന് പകരം നമ്മുടെ 2r. അപ്പോൾ ഇതായി. അപ്പോൾ ഈ എർത്തിന്റെ സർഫസ് ഇരിക്കുമ്പോൾ ഇതാണ് ഒരു സാധനത്തിനുള്ള എനർജി. ഇനി സാറ്റലൈറ്റായിട്ട് കറങ്ങണമെങ്കിൽ ഇത്രയും എനർജി വേണം. അപ്പോൾ ഇത് രണ്ടും തമ്മിൽ ഡിഫറൻസ് എടുത്താൽ പോരെ? ഇവിടെ നിന്ന് അവിടത്തേക്ക് കൊണ്ടുപോകാൻ വേണ്ട എനർജി ആയില്ലേ? അപ്പോൾ എനർജിയുടെ ആൻസർ 5/6 gmm/r, അല്ലെങ്കിൽ അതിനെ ആ ഫോമിലേക്ക് മാറ്റാം. കുഴപ്പമൊന്നുമില്ലല്ലോ.